ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പേരുകേട്ട മൗലവി കുടുംബങ്ങൾ, ഇസ്ലാം മത സംഘടനാ നേതാക്കൾ, അതുപോലെ പള്ളിയിലെ മുക്രി, ബാങ്ക് വിളിക്കുന്ന ആളുണ്ടല്ലോ അത് അയാളെ മുക്രി ഷോർട്ടായിട്ട് പറയാം, അങ്ങനെയുള്ള ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നും ആളുകൾ മതം വിട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അവരാണ് ശരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഈ മതപുരോഹിതന്മാര് മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അവര് ഈ കാടൻ നിയമങ്ങൾ, ഗോത്ര മത നിയമങ്ങൾ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടുകാർ തന്നെ ഈ മതം വെറുത്തു തുടങ്ങും. ഒന്നാമതായിട്ട് സ്ത്രീകളുടെ മേലെയാണ് ഇവർക്ക് ഈ മതം അടിച്ചേൽപ്പിക്കാൻ എളുപ്പം. അപ്പോൾ അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, ഉറക്കെ സംസാരിക്കരുത്, ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ അവരോട് മിണ്ടരുത്, ഫോൺ വന്ന് പരിശോധിക്കുക, ആര് വിളിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് സംസാരിക്കുന്നു തുടങ്ങി സ്ത്രീകളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയും എടുത്ത് ഇവരങ്ങോട്ട് കൂടും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടിനകത്തുള്ളവർ തന്നെ വെറുത്തു പോകും ഈ മതത്തെ. ഫോൺ എടുക്കണ എങ്ങനെയെന്ന് അറിയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ ഹലോ എന്നാ വിളിക്കുക. ചിലർ പറയും പറ, ആര്, എവര്, ഏത്, ഒന്നുമില്ല. ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനിയും എതിർഭാഗത്ത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് വീട്ടിൽ കുട്ടികളെ കൊണ്ട് ആ ഫോൺ എടുപ്പിക്കുക. അതാരാണ് എന്നറിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് ഫോൺ കൊടുക്കൂ. അല്ല, പുരുഷന്മാരുടെ ശബ്ദം കേട്ടാൽ ഉടനെ സ്ത്രീകൾക്ക് വികാരമുണ്ടാകുമോ, കയറി പിടിക്കുമോ? അതോ സ്ത്രീകളുടെ ശബ്ദം കേട്ടാൽ ഉടനെ പുരുഷന്മാർ നിയന്ത്രണം വിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഈ സ്ത്രീകളെ കയറി ചെയ്യുമോ? എന്താണ് ഇവരുടെ പ്രശ്നം? ഇവരുടെ ചിന്തകൾക്കാണ് വൈകല്യം. ഇവരൊക്കെ മനോരോഗികളാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. ഇപ്പോ സാക്കിർ നായിക് എന്താ പറഞ്ഞത്? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ 20 സെക്കൻഡ് നോക്കിയിട്ടും ആ പുരുഷനില് ആ സ്ത്രീയോട് ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്ക് ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇങ്ങനെയാ വീട്ടിൽ കയറ്റുക. ഇവനെയൊക്കെ തള്ളയെയും പെങ്ങളെയും വിശ്വസിച്ച് ഇവന്റെയൊക്കെ കൂടെ നിർത്താൻ പറ്റുമോ? ഇവന്റെയൊക്കെ വീട്ടിലുള്ള അവസ്ഥകൾ എന്തായിരിക്കും? ഇങ്ങനെ പരസ്പര വിശ്വാസമില്ലാത്ത ഒരു രീതിയാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പാളയം പള്ളിയിലെ മുൻ ഇമാമായിരുന്നു അബ്ദുൽ ഗഫാർ മൗലവി. അദ്ദേഹത്തിന്റെ മകൻ ഒരു സിനിമ സംവിധാനം ചെയ്തു. അപ്പൊ അദ്ദേഹം മൈക്ക് കെട്ടി സ്റ്റേജുകളിൽ വന്നിട്ട് വലിയ വായിലെ വിളിച്ചു പറയുവാണ്, അയ്യോ സംഭവം തന്നെ ഇവരൊക്കെ കേട്ടാ, ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അൽമഫാസ് എന്ന് പറഞ്ഞൊരു പരിപാടിയും ഉണ്ടാക്കി ഒരു സ്ത്രീയെയും വിളിച്ചിരുത്തി അവർ ചോദ്യങ്ങൾ ചോദിക്കും. ഇയാൾ പറയും, ശരി, 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനം 4444 തവണ ഓതിക്കൊള്ളൂ, മക്കളെ കെട്ടിക്കാൻ പറ്റും, വീടും സ്ഥലവും വാങ്ങിക്കാൻ പറ്റും. 3-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനം ഒരു 4444 തവണ ഓതിക്കൊള്ളൂ, വീട്ടിലെ റോസാ ചെടി വളരാൻ ശരി 54-ാം അധ്യായം 30-ാമത്തെ വചനം ഒരു 500 തവണ ഓദിക്കും. ആളെ പറ്റിക്കാൻ ആത്മീയതയെ വെല്ലുന്ന മറ്റൊരു മാർഗമുണ്ടോ? അപ്പൊ ഇവർക്ക്, ഇവരുടെ കുടുംബങ്ങൾക്ക് തന്നെ ഇവർ ഉഡായിപ്പാണ് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇവർ മതം വിട്ട് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാം, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണ് ഇർഫാൻ പത്താൻ. അദ്ദേഹത്തിന്റെ അനുജനും ക്രിക്കറ്റ് മേഖലയിൽ തന്നെയാണുള്ളത്, ഫാസ്റ്റ് ബൗളറാണ്. ഇർഫാൻ പത്താൻ സ്പിന്നറാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, പണ്ട് കണ്ടതല്ലേ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര റിലീജിയസ് ആണെന്നാണ്. ഇതുവരെ മുഖം മറച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ സൗദി രാജാവിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ, ദുബൈ രാജാവിൻ്റെ ഭാര്യയും മക്കളും, ഖത്തർ അമീറിന്റെ ഭാര്യയും മക്കളും, ഇവരുടെയൊക്കെ വേഷം എന്താ? മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുന്നു, മനുഷ്യന്മാരെ പോലെ ജീവിക്കുന്നു. അവരുടെയൊക്കെ ജീവിതം മോഡലാക്കി, അവരൊക്കെ ആരുടെ ജീവിതമാണ് മോഡലാക്കുന്നത്? യൂറോപ്യൻസിനെയാണ് അവരൊക്കെ മോഡലാക്കുന്നത്. ഇപ്പോഴിതാ 8 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ ഭാര്യയായ സഫ ബേഗ് അവരുടെ മുഖം പൂർണ്ണമായും കാണുന്ന രൂപത്തിൽ ഒരു ചിത്രം. ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ട് താരമാണ് ഇർഫാൻ പത്താൻ, അദ്ദേഹമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഭാര്യയുടെ മുഖം കണ്ടാൽ ഉടനെ ആർക്കെങ്കിലും വൈകാരികതയുണ്ടാകും എന്ന് ഇർഫാൻ പത്താൻ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. അതായത് തൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ വികാരം തീർക്കാൻ ഒരു ടൂളാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല.
അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്താവൈകല്യം, അവരുടെ സ്വഭാവ ദൂഷ്യം, അവരുടെ മനോവൈകൃതം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഓരോ സിനിമാ താരത്തിൻ്റെയൊക്കെ മുഖം നോക്കുമ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം തോന്നുന്നുണ്ട്. അത് തോന്നുന്നവൻ്റെ കുറ്റമാണ്, സിനിമാ താരങ്ങളുടെ കുഴപ്പമല്ല. എന്തായാലും ഇർഫാൻ പത്താൻ്റെയും ഭാര്യയുടെയും 8ാം വിവാഹ വാർഷികമായിരുന്നു ശനിയാഴ്ച. സഫയെക്കുറിച്ച് ഹൃദയഹാരിയായിട്ടുള്ള കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു ചിത്രവും കൂടി ഇർഫാൻ പത്താൻ പങ്കുവച്ചിരിക്കുന്നത്. 8 വർഷത്തിനിടയിൽ ഭാര്യ തന്റെയും മക്കളുടെയും ജീവിതത്തിൽ കൂട്ടായി ഉണ്ടായത് സംബന്ധിച്ചിട്ടാണ് ഇർഫാൻ പത്താന്റെ പോസ്റ്റ്. ഒരാത്മാവ് കൊണ്ട് നിർവഹിച്ച നിരവധി റോളുകൾ, മാനസിക ഉത്തേജനം പകർന്നവൾ, തമാശക്കാരി, പ്രശ്നക്കാരി, എൻ്റെ മക്കളുടെ സ്ഥിരം കൂട്ടുകാരി, സുഹൃത്ത്, അമ്മ, മനോഹരമായ ഈ യാത്രയിൽ നിന്നെ എൻ്റെ ഭാര്യയായി ഞാൻ വിലമതിക്കുന്നു. 8ാം വിവാഹ വാർഷിക ആശംസകൾ പ്രിയേ. സഫയ്ക്ക് ആശംസ നേർന്ന് ഇർഫാൻ പത്താന്റെ എക്സിലെ കുറിപ്പാണിത്. പത്താനൊപ്പമുള്ള സഫയുടെ ചിത്രങ്ങൾ നിരവധി തവണ പുറത്തു വന്നിരുന്നെങ്കിലും അതിലൊന്നും മുഖം മുഴുവനായും കാണാൻ സാധിക്കുമായിരുന്നില്ല. കുറച്ചുകൂടി ഇപ്പോൾ വെളിവ് വെച്ചു ചിന്തിക്കാൻ സാധിച്ചു. സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. തൻ്റെ ഭാര്യയുടെ മുഖം പുറത്ത് കണ്ടാൽ എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇർഫാൻ പത്താൻ ഉയർന്ന മൂല്യങ്ങളോടുകൂടി വളർന്നു. അതുകൊണ്ടാണ് ഭാര്യയുടെ മുഖം കാണിക്കാൻ തയ്യാറായത്. ഈ മുഖം മറയ്ക്കുന്ന വേഷമൊക്കെ നമ്മുടെ നാട്ടിൽ എന്നോ ഉണ്ടായത്. ഇപ്പോൾ ഭാര്യയുടെ മുഖം ഇതുവരെ കാണിക്കാത്ത ഇർഫാൻ പത്താൻ ഇപ്പോൾ ഭാര്യയുടെ മുഖം പങ്കുവെച്ച ഒരു ചിത്രം രംഗത്ത് വന്നതോടുകൂടി തീവ്ര ഇസ്ലാമിക വിഭാഗക്കാർ ഇർഫാൻ പത്താനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളി. മിക്ക ആളുകളുടെയും വീടുകൾ സോഷ്യൽ മീഡിയയിലെ ജഡ്ജിംഗ് പാനലുകളാകുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കോടതികളാകുകയാണ്. അതിലെ ഓരോ താരങ്ങളും വാദക്കാരും പ്രതിവാദക്കാരുമാകുകയാണ്. കോട്ടില്ലാത്ത വക്കീലന്മാർ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിച്ചിട്ടില്ലാത്ത ആളുകൾ, അവര് തീരുമാനിക്കും ആരാണ് അപരാധി, ആരാണ് നിരപരാധി എന്ന്. ആര് രക്ഷപ്പെടണം, ആര് പെടണം എന്നവര് തീരുമാനിക്കും. ഇർഫാൻ തന്റെ ആത്മാവിനെയും വിശ്വാസത്തെയും പിശാചിന് വിറ്റു എന്നാണ് തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളുടെ കമന്റുകൾ. നിങ്ങളുടെ സഹോദരന്റെ ഭാര്യ ഇപ്പോഴും ഹിജാബ് ധരിക്കും. നിങ്ങളുടെ ഭാര്യയും അങ്ങനെ ആകണം എന്ന നിർദ്ദേശങ്ങളാണ് ചിലർ നൽകിയിരിക്കുന്നത്. ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ നാണമില്ലേ എന്നും അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരുമെന്നും മറ്റു ചിലർ പറയും. ഈ ഉപദേശിക്കുന്ന ആളുകളുടെ ഭാര്യമാര് തുണി ഉടുക്കുന്നുണ്ടോന്നെങ്കിലും കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അവർ ഏത് രൂപത്തിൽ വസ്ത്രം ധരിക്കണം, അവരെന്ത് ഭക്ഷണം കഴിക്കണം, സോഷ്യൽ മീഡിയയിൽ അവരെന്ത് പോസ്റ്റ് ചെയ്യണം, എല്ലാം അവരുടെ മാത്രം ചോയ്സ് ആണ് എന്ന് ചിന്തിക്കാൻ ഇതിനകത്ത് വേറെ ചില സാധനങ്ങൾ വേണം. അതില്ലാത്തത് കൊണ്ടാണ് ആരാന്റെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ട് ഇവർക്ക് അഭിപ്രായങ്ങൾ എഴുന്നള്ളിക്കേണ്ടി വരുന്നത്. നന്ദി.